എന്നിട്ട് ഇപ്പൊ റാപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്, ഇനി അടുത്ത ഒരു ഇതിലേക്ക് ഇറങ്ങണം, ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അത് ഈ പറയുന്ന സ്ത്രീ മുല പറയ്ക്കാൻ കൊതിച്ചൊരു കാലത്ത് മുല മുറിച്ചൊരു നങ്ങേലി ചാരത്ത് കരം പിരിക്കാൻ നമ്പൂരി വന്നപ്പോ വരിയുടച്ചൊരു പെണ്ണിന്റെ നാട്ടില് 19 ലൈക്കിനും ഷെയറിനും തുണി പറിച്ചോണ്ട് പെണ്ണുങ്ങളാടണ്, ചില പെണ്ണുങ്ങളാട്ടണ്. ബാക്കി പറയാം, ബാക്കി ഇറക്കുമ്പോ കേൾക്കാം. ഇതുവരെ കുറെ കാലം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും, ഇതുവരെ അത് ആക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അതെല്ലാം ഞാൻ പറയുന്നത് നമുക്ക് ജന്മന കിട്ടിയ നമ്മുടെ കുറെ കാര്യങ്ങളെ അത് ഈ ലൈംഗികതാരിയുള്ള സമൂഹത്തിൽ അതിനെ വിറ്റുകൊണ്ട് റീച്ച് ആക്കുന്നതിനെ പറ്റി ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക്, എനിക്ക് എത്ര സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് ഓരോ ജീവിതത്തിലെ കാര്യം പറയുന്നത്. ഞാൻ ഇന്ന് വന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അതിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ. അപ്പൊ എന്റെ അടുത്ത് എന്നോട് എന്തിനാ പറയുന്നതെന്ന്. ഞാൻ അതിനെ ചൂഷണം ചെയ്യത്തില്ലെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞത്. ഞാനത് ചൂഷണം ഞാൻ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുക, അദ്ദേഹത്തോട് തുറന്ന് കാര്യങ്ങൾ പറയാം, കൗൺസിലിങ്ങിന് പോവുക, അത് മാറ്റം വരുമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഞാൻ വാ മോളെ കെട്ടിയോരില്ലാത്തല്ലോ ഞാൻ ഒരു മുട്ട എന്ന്, അതാണ് ആ വിശ്വാസം എന്നിലുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് അപ്പൊ നമ്മൾ ഈ ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഈ പറയുന്ന കൂട്ട് സ്ത്രീ വിരോധിയാവും, ചിലപ്പോൾ നമ്മൾ തീവ്രവാദിയാവും, അപ്പൊ നമ്മൾ ചിലപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. പക്ഷെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ മനസാക്ഷിക്ക് ഉറപ്പുള്ള സമൂഹത്തിന് ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് കാണുമ്പോൾ ഇത് ആദ്യം വരുന്ന കമന്റ് വരും ഫേസ്ബുക്കിൽ, ഇവനെ ഏതാണെന്നായിരിക്കും ചോദ്യം. ഇല്ല, ഓഡിയൻസിനോട് ഓഡിയൻസ് ആണ് എന്നെ ഇതുവരെ വളർത്തിയ ആ ഒരു വ്യൂസ് തൊട്ട് ഇതുവരെ ആണെങ്കിലും ഞാൻ പറയുന്നില്ല. എനിക്കിപ്പം യൂട്യൂബിൽ നിന്ന് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ വീഡിയോ ഇടുന്നില്ല. നേരത്തെ വീഡിയോ ഇടുന്ന സമയത്ത് 4-5 ലക്ഷം രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പ്രൊമോഷൻ ആണെങ്കിലും നമുക്കിപ്പം 3-4 ലക്ഷം രൂപ അതും വരും. പക്ഷേ ഈ കാശെല്ലാം ഞാൻ ഇവരിലേക്ക് തന്നെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് എടുക്കത്തില്ലെന്നല്ല കേട്ടോ, ഞാൻ എന്റെ ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് മാറ്റും. അതെ, ഞാൻ ആവശ്യത്തിന് വീട്ടിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തായാലും മാസം 10 ലക്ഷം രൂപ ഒന്നും എനിക്ക് ജീവിക്കാൻ ആവശ്യമില്ല. അപ്പൊ എന്റെ കിട്ടുന്നതിന്റെ ഭൂരിഭാഗവും ഞാൻ ഇങ്ങനെ ആളിലേക്ക് കൊടുക്കുക. എന്തിനു വേണ്ടി കൊടുക്കുന്നത്? പബ്ലിസിറ്റിയാ. കാര്യം കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ റീച്ച് ആവും. അപ്പൊ അടുത്ത പ്രൊമോഷൻകാരനെ വിളിക്കും, ആ കടയ്ക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്ത് കൊടുത്താൽ എനിക്ക് 10,000, 30,000, 50,000, 70,000 എനിക്ക് കിട്ടും. അത് മേടിച്ചിട്ട് അതിൽ നിന്ന് ഞാനൊരു 20,000 എടുത്തിട്ട് ബാക്കി 50,000 ഞാൻ പിന്നെ ഇതുപോലെ കൊടുക്കും. അപ്പൊ എനിക്ക് പിന്നെ റീച്ച് ആളുകൾക്ക് ഹെൽപ്പ് ആവുകയും ചെയ്യും, എനിക്ക് റീച്ച് കിട്ടുകയും ചെയ്യും, അവർ കാണുന്നതിലൂടെ എനിക്ക് പിന്നെയും പ്രൊമോഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ്. അല്ലാതെ ഞാനങ്ങ് കൊണ്ടുപോകുന്നൊന്നുമല്ല. എനിക്കൊന്നും കിട്ടുന്ന കാശ് നല്ലോണം കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല കാശ് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഈ പറയുന്ന പോലെ കൊടുക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്, ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞു, നമുക്ക് റീച്ച് ഇല്ലെങ്കിൽ പോലും ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്.